നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ വീണ്ടും എത്തുമ്പോൾ ഇത്തവണ പരിപാടി കളറാക്കാൻ ഗവർണർ മോദിക്കൊപ്പം ഉണ്ട്. പ്രധാനമന്ത്രിക്കൊപ്പം പരിപാടികളിൽ ഗവർണർ പങ്കെടുക്കുമെന്ന വിവരമാണ് പുറത്തുവരുന്നത്. ഗവർണർ ഇപ്പോൾ ഡൽഹിയിലാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം കൊച്ചിയിലും തൃശ്ശൂരും നടക്കുന്ന ചടങ്ങുകളിൽ ഗവർണർ പങ്കെടുക്കും. അതിനുശേഷം മാത്രമേ അദ്ദേഹം തലസ്ഥാനത്ത് തിരിച്ചെത്തുകയുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം പ്രധാനമന്ത്രി തൃശ്ശൂരിൽ എത്തിയപ്പോൾ ആ പരിപാടിയിൽ ഗവർണർ പങ്കെടുത്തിരുന്നില്ല. പക്ഷേ മോദി വീണ്ടും കേരളത്തിലേക്ക് എത്തുമ്പോൾ, അതായത് കൊച്ചിയിലും തൃശ്ശൂരും എത്തുമ്പോൾ ചടങ്ങുകളിൽ ഗവർണർ പങ്കെടുക്കുമെന്നത് മറ്റൊരു രാഷ്ട്രീയ സമവാക്യങ്ങൾ സൃഷ്ടിക്കുന്നതിലേക്ക് കാര്യങ്ങൾ നയിക്കുകയാണ്. തീർച്ചയായും സംസ്ഥാന സർക്കാരുമായി ഗവർണർ വലിയ രീതിയിലുള്ള പോരാട്ടം നടത്തുന്നതിനിടയിലാണ് പ്രധാനമന്ത്രിക്കൊപ്പം ഗവർണർ ഒരു പൊതുവേദിയിൽ പങ്കെടുക്കാൻ പോകുന്നതെന്നതും ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. നമുക്കറിയാം, സർക്കാരുമായി ബില്ലൊപ്പിടാത്ത വിഷയം, ഈ ചാൻസലർമാരുടെ വിഷയം, ഇത്തരത്തിൽ പല വിഷയങ്ങളിൽ ഗവർണർ വലിയ രീതിയിലുള്ള ഉടക്കിലാണ്. അതിനിടയിലാണ് SFI കരിങ്കൊടി പ്രതിഷേധവുമായി അദ്ദേഹത്തിന് മുന്നിലേക്ക് വന്നതും SFIക്കെതിരെ അദ്ദേഹം വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർത്തിയതും ഇപ്പോഴും ആ പ്രതിഷേധങ്ങളും ആ വിയോജിപ്പും ഒക്കെ ഇരുവർക്കും ഇടയിൽ പുകയുകയാണ്. അതിനിടയിലാണ് പ്രധാനമന്ത്രിക്കൊപ്പം ഉള്ള ആ പരിപാടിയിലൊക്കെ ഗവർണറിന്റെ സാന്നിധ്യം ഉണ്ടാകും എന്ന വിവരം കൂടി പുറത്തു വരുന്നത്. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം ഇത് 2ാം തവണയാണ് കേരളത്തിലെത്തുന്നത്. സന്ദർശനം കണക്കിലെടുത്ത് കനത്ത സുരക്ഷയാണ് തൃശൂർ നഗരത്തിൽ ഒരുക്കുന്നത്. നടനും BJP നേതാവുമായ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനാണ് മോദി എത്തുന്നത്. കനത്ത സുരക്ഷാ വലയം തീർക്കാൻ ഇന്ന് SPG കമാൻഡോസ് എത്തും. 17ാം തീയതി രാവിലെ നഗരത്തിൽ 6 മുതൽ ഗതാഗത നിയന്ത്രണം ഉണ്ടാകും. ചൂണ്ടൽ മുതൽ ഗുരുവായൂർ ക്ഷേത്ര നട വരെ വാഹനങ്ങൾക്ക് പ്രവേശനമുണ്ടാകില്ല. സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തുന്നതിനായി കളക്ടർ VR കൃഷ്ണതേജ ക്ഷേത്ര പരിസരത്ത് സന്ദർശനം നടത്തി. സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് മുമ്പ് പ്രധാനമന്ത്രി ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തും. അതുകൊണ്ട് തന്നെ സന്ദർശനം കണക്കിലെടുത്ത് കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് ക്ഷേത്ര നഗരിയിൽ ഒരുക്കുന്നത്. സുരക്ഷ ശക്തമാക്കുന്നതിനോടനുബന്ധിച്ച് 17-ന് മുൻപ് കൂടുതൽ ഉപകരണങ്ങൾ വാങ്ങിവെക്കാൻ ദേവസ്വത്തിന് പോലീസ് നിർദ്ദേശം നൽകി. പോലീസ് ആവശ്യപ്പെട്ട എല്ലാ പരിശോധനാ സാമഗ്രികളും വാങ്ങുന്നുണ്ടെന്ന് അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ പറഞ്ഞു. 4 നടകളിലും ഡോർ മെറ്റൽ ഡിറ്റക്ടറുകൾ സ്ഥാപിക്കും. രാവിലെ 8-ന് ശ്രീകൃഷ്ണ കോളേജ് ഗ്രൗണ്ടിൽ ഹെലിപ്പാഡിലാണ് മോദി എത്തുക. റോഡ് മാർഗം 8:10-ന് ശ്രീവത്സം ഗസ്റ്റ് ഹൌസിലെത്തും. 8:15-ന് ക്ഷേത്രത്തിൽ ദർശനം നടത്തും. അരമണിക്കൂർ ക്ഷേത്ര ദർശനം നടത്തും. പുറത്ത് കടന്ന ശേഷം ക്ഷേത്രനടയിൽ നടക്കുന്ന സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യയുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കും. തുടർന്ന് കൊച്ചിയിലേക്ക് മടങ്ങും. കൊച്ചിയിൽ പാർട്ടിയുടെ ശക്തി കേന്ദ്ര ഇൻചാർജുമാരുടെ യോഗത്തിൽ പങ്കെടുക്കും. തുടർന്ന് നടക്കുന്ന പൊതുപരിപാടിയിൽ വിവിധ കേന്ദ്ര പദ്ധതികൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഉച്ചയോടെ പ്രധാനമന്ത്രി ഡൽഹിക്ക് മടങ്ങും. കേരളത്തിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി 16-നാണ് കൊച്ചിയിൽ റോഡ് ഷോ നടത്തുക. MG റോഡിലെ മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിൽ നിന്ന് എറണാകുളം ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസ് വരെ. വൈകിട്ട് 6-ന് ഹോസ്പിറ്റൽ റോഡ് പാർക്ക് അവന്യൂ വഴി 1 കിലോമീറ്ററോളമാണ് റോഡ് ഷോ. ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിലാണ് പ്രധാനമന്ത്രി താമസിക്കുക. കൊച്ചി നാവികസേന വിമാനത്താവളത്തിൽ 16-ന് വൈകിട്ട് 5-ന് പ്രത്യേക വിമാനത്തിലെത്തുന്ന പ്രധാനമന്ത്രി റോഡ് മാർഗം റോഡ് ഷോയിൽ പങ്കെടുക്കാനെത്തും. അദ്ദേഹത്തിന് അഭിവാദ്യം അർപ്പിക്കാൻ ജില്ലയുടെ വിവിധ ഇടങ്ങളിൽ 1,00,000 പ്രവർത്തകരെ അണിനിരത്തുമെന്ന് BJP ജില്ലാ കമ്മിറ്റി അറിയിച്ചു. തുറന്ന വാഹനത്തിലാകും റോഡ് ഷോ എന്നാണ് സൂചന. കഴിഞ്ഞ വർഷം കൊച്ചിയിൽ യുവജന സമ്മേളനത്തിനെത്തിയ പ്രധാനമന്ത്രി തേവരയിൽ റോഡിലൂടെ നടന്നാണ് റോഡ് ഷോ നടത്തിയത്. പ്രധാനമന്ത്രി 17-ന് രാവിലെ 7 മണിക്ക് ഹെലികോപ്റ്ററിൽ ഗുരുവായൂരിലേക്ക് തിരിക്കും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.